ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ബഷീർ ദിന ക്വിസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തോളൂ. ബഷീർ ബേപ്പൂർ സുൽത്താൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ക്വിസ്. വിജ്ഞാനപ്രദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ നിങ്ങൾക്ക് ലഭിക്കും. ദയവായി ലൈക്ക് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയെ പറ്റി അഭിപ്രായം കമന്റ്സിൽ എഴുതുക. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബഷീറിന്റെ പൂർണ്ണമായ പേര്. ബഷീറിന്റെ പൂർണ്ണമായ പേര് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് ബഷീറിന്റെ പൂർണ്ണമായ പേര്, മുഴുവൻ പേര്. കുട്ടിക്കാലത്ത് ബഷീറിനെ നേരിൽ കാണാനും കൈകൊണ്ട് തൊടാനും സാധിച്ച മഹാത്മാവ്. കുട്ടിക്കാലത്ത് ബഷീറിനെ നേരിൽ കാണാനും കൈകൊണ്ട് തൊടാനും സാധിച്ച മഹാത്മാവ് ഗാന്ധിജി. ഗാന്ധിജിയെ ആണ് കുട്ടിക്കാലത്ത് ബഷീറിനെ നേരിൽ കാണാനും കൈകൊണ്ട് തൊടാനും സാധിച്ചത്. ഗാന്ധിജി എവിടെ വന്നപ്പോഴാണ് ബഷീർ അദ്ദേഹത്തെ കണ്ടത്? ഗാന്ധിജി എവിടെ വന്നപ്പോഴാണ് ബഷീർ അദ്ദേഹത്തെ കണ്ടത്? വൈക്കത്ത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്ത് ഗാന്ധിജി വന്നപ്പോഴാണ് ബഷീർ അദ്ദേഹത്തെ നേരിൽ കണ്ടതും കൈകൊണ്ട് തൊട്ടതും. തലയോലപ്പറമ്പിൽ ബഷീർ നിർമ്മിച്ച വീടിനിട്ട പേര്. തലയോലപ്പറമ്പിൽ ബഷീർ നിർമ്മിച്ച വീടിനിട്ട പേര് അസ്ഹർ കോട്ടേജ്. അസ്ഹർ കോട്ടേജ് എന്നാണ് തലയോലപ്പറമ്പിൽ നിർമ്മിച്ച വീടിന് അദ്ദേഹം ഇട്ട പേര്. എട്ടുകാലി എന്ന് വിശേഷണം ഉള്ള കഥാപാത്രം ഏത്? എട്ടുകാലി എന്ന് വിശേഷണം ഉള്ള കഥാപാത്രം ഏത്? മമ്മൂഞ്ഞ്. മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തിനാണ് എട്ടുകാലി എന്ന വിശേഷണം ഉള്ളത്. നാട്ടിലെന്തു സംഭവിച്ചാലും അത് തൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയുന്ന കഥാപാത്രം. നാട്ടിലെന്തു സംഭവം നടന്നാലും അത് തൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയുന്ന കഥാപാത്രം എട്ടുകാലി മമ്മൂഞ്ഞ്. എട്ടുകാലി മമ്മൂഞ്ഞാണ് നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവവും തൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയുന്നത്. ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഉള്ള രണ്ട് പ്രധാന കൃതികൾ ഏതൊക്കെ? ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രമുള്ള അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാന കൃതികൾ ഏതൊക്കെ? മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ. മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നീ കൃതികളിൽ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രമുണ്ട്. കൊച്ചുനീലാണ്ടൻ, പാറുക്കുട്ടി ഇവ ഏതു മനയിലെ ആനകളാണ്? കൊച്ചുനീലാണ്ടൻ, പാറുക്കുട്ടി ഇവ ഏതു മനയിലെ ആനകളാണ്? ചാത്തങ്കേരി മന. ചാത്തങ്കേരി മനയിലെ ആനകളാണ് കൊച്ചുനീലാണ്ടനും പാറുക്കുട്ടിയും. ബഷീറിന്റെ ആദ്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകം. ബഷീറിന്റെ പുസ്തകങ്ങളിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകം ധർമ്മരാജ്യം. ധർമ്മരാജ്യം എന്ന പുസ്തകമാണ് ബഷീറിൻ്റെതായി ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത്. ധർമ്മരാജ്യം പ്രസിദ്ധീകരിച്ച വർഷം. ബഷീറിന്റെ ആദ്യ പുസ്തകമായ ധർമ്മരാജ്യം പ്രസിദ്ധീകരിച്ച വർഷം 1938. 1938 ധർമ്മരാജ്യം എന്ന ബഷീറിന്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ബഷീർ ജനിച്ചത് എന്ന്. ബഷീർ ജനിച്ചത് എന്ന് 1908 ജനുവരി 21. 1908 ജനുവരി 21 ആണ് ബഷീർ ദിനം എന്നാണ്. ബഷീർ ദിനം എന്നാണ്. ജൂലൈ 5. ജൂലൈ 5 ബഷീർ ദിനം ആചരിക്കുന്നത്. ജൂലൈ 5 പ്രത്യേകത. ജൂലൈ 5 പ്രത്യേകത ബഷീർ ചരമദിനമാണ് ജൂലൈ 5. ബഷീറിന്റെ ചരമദിനമാണ് ജൂലൈ 5. ബഷീറിന്റെ മരണം എന്ന്. ബഷീറിന്റെ മരണം എന്നായിരുന്നു 1994 ജൂലൈ 5. 1994 ജൂലൈ 5 ബഷീറിനെ ആദ്യമായി ജയിൽ ശിക്ഷ ലഭിച്ചതിന് കാരണം. ബഷീറിന് ആദ്യമായി ജയിൽ ശിക്ഷ ലഭിച്ചതിന് കാരണം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്.
കോഴിക്കോട്ട് വെച്ച് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനാണ് ബഷീർ ആദ്യമായി അറസ്റ്റിലാവുന്നതും തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതും. ബഷീറിന്റെ ആദ്യകാലത്തെ തൂലികാ നാമം എന്ത്? ബഷീറിന്റെ ആദ്യകാലത്തെ തൂലികാ നാമം എന്ത്? പ്രഭ. പ്രഭ എന്ന പേരിലാണ് ബഷീർ ആദ്യകാലത്ത് കൃതികൾ രചിച്ചത്. ബഷീർ എഴുതി ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. ബഷീർ എഴുതി ആദ്യം പ്രസിദ്ധീകരിച്ച കഥ എന്റെ തങ്കം. എന്റെ തങ്കം എന്ന കഥയാണ് ബഷീർ എഴുതി ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഇത് പിന്നീട് വിശപ്പ് എന്ന കഥാസമാഹാരത്തിൽ ചേർത്തപ്പോൾ തങ്കം എന്ന പേരിലാണ് ചേർത്തത്. ഏതു പ്രസിദ്ധീകരണത്തിലാണ് എന്റെ തങ്കം അച്ചടിച്ചു വന്നത്? ഏതു പ്രസിദ്ധീകരണത്തിലാണ് എന്റെ തങ്കം അച്ചടിച്ചു വന്നത്? ജയകേസരി. ജയകേസരിയിലാണ്. ബഷീർ എഴുതിയ ബാലസാഹിത്യ കൃതി. ബഷീർ എഴുതിയ ബാലസാഹിത്യ കൃതിയുടെ പേര് സർപ്പയജ്ഞം. സർപ്പയജ്ഞം എന്ന കൃതി ബാലസാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്. ബഷീർ എഴുതിയ നാടകം. ബഷീർ എഴുതിയ നാടകത്തിന്റെ പേര് കഥാബീജം. കഥാബീജം എന്ന നാടകമാണ് ബഷീർ എഴുതിയിട്ടുള്ളത്. ബഷീറിന്റെ നീലവെളിച്ചം കഥ സിനിമയായപ്പോൾ പേര്. ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥ സിനിമയായപ്പോൾ അതിന്റെ പേര് ഭാർഗവീ നിലയം. നീലവെളിച്ചം എന്ന കഥ സിനിമയായപ്പോൾ ഭാർഗവീ നിലയം എന്നാണ് ആ സിനിമയ്ക്ക് പേരിട്ടത്. മൂക്ക് കഥാപാത്രമായ കൃതി. മൂക്ക് കഥാപാത്രമായ ബഷീറിന്റെ കൃതി വിശ്വവിഖ്യാതമായ മൂക്ക്. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതിയിൽ മൂക്ക് ആണ് കഥാപാത്രം. ബഷീറിന്റെ ആത്മകഥാപരമായ കൃതി. ബഷീറിന്റെ ആത്മകഥാപരമായ കൃതി ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകൾ എന്നതാണ് ബഷീറിന്റെ ആത്മകഥ. പാത്തുമ്മായുടെ ആട് എന്ന കൃതിക്കുള്ള മറ്റൊരു പേര്. പാത്തുമ്മായുടെ ആട് എന്ന കൃതിക്ക് ബഷീർ നൽകിയ മറ്റൊരു പേര് പെണ്ണുങ്ങളുടെ ബുദ്ധി. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന മറ്റൊരു പേര് കൂടി പാത്തുമ്മായുടെ ആടിന് ബഷീർ ഇട്ടിട്ടുണ്ട്. ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ. ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ പ്രേമലേഖനം. പ്രേമലേഖനം ആണ് ബഷീറിന്റെ ആദ്യമായി പ്രസിദ്ധീകരിച്ച നോവൽ. പ്രേമലേഖനം പ്രസിദ്ധീകരിച്ച വർഷം. ബഷീറിന്റെ നോവലായ പ്രേമലേഖനം പ്രസിദ്ധീകരിച്ച വർഷം 1943. 1942 എഴുതി 1943 പ്രേമലേഖനം പ്രസിദ്ധീകരിച്ചത്. തിരുവിതാംകൂറിൽ നിരോധിച്ച് കണ്ടുകെട്ടിയ പുസ്തകമേത്? തിരുവിതാംകൂറിൽ സർക്കാർ നിരോധിച്ച് കണ്ടുകെട്ടിയ പുസ്തകമേത്? പ്രേമലേഖനം. പ്രേമലേഖനം എന്ന പുസ്തകമാണ് തിരുവിതാംകൂറിൽ സർക്കാർ നിരോധിച്ച് കണ്ടുകെട്ടിയത്. പ്രേമലേഖനം സിനിമയാക്കിയപ്പോൾ സംവിധാനം ചെയ്തത്. പ്രേമലേഖനം സിനിമയാക്കിയപ്പോൾ സംവിധാനം ചെയ്തത് ആര്? P.A. ബക്കർ. P.A. ബക്കർ ആണ് പ്രേമലേഖനം സിനിമ സംവിധാനം ചെയ്തത്. ചോദ്യവും ഉത്തരവും എന്ന രൂപത്തിലുള്ള കൃതി. ബഷീറിന്റെ ചോദ്യോത്തര രൂപത്തിലുള്ള കൃതി നേരും നുണയും. നേരും നുണയും എന്ന കൃതി ചോദ്യോത്തര രൂപത്തിലാണ്. എല്ലാ ജീവികൾക്കും ഭൂമിയിൽ തുല്യമായ അവകാശമാണ് എന്ന് പറയുന്ന കൃതി ഏതാണ്? എല്ലാ ജീവികൾക്കും ഭൂമിയിൽ തുല്യമായ അവകാശമാണ് എന്ന് പറയുന്ന ബഷീറിന്റെ കൃതി ഭൂമിയുടെ അവകാശികൾ. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി എല്ലാ ജീവികൾക്കും ഭൂമിയിൽ തുല്യാവകാശമാണ് എന്ന് പറയുന്നു. സിനിമയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേര്. സിനിമയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേര് തിരക്കഥ. തിരക്കഥ എന്നാണ് സിനിമയുടെ സാഹിത്യ രൂപത്തിന്റെ പേര്. ബഷീർ ആദ്യം എഴുതിയ തിരക്കഥ ഏത്? ബഷീർ ആദ്യം എഴുതിയ തിരക്കഥ ഏത്? ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം. ഏതു വർഷമാണ് ബഷീർ ഭാർഗവീ നിലയം തിരക്കഥ എഴുതിയത്? 1964. 1964 ഭാർഗവീ നിലയത്തിന്റെ തിരക്കഥ ബഷീർ എഴുതിയത്.
ബഷീറിന്റെ രണ്ടാമത്തെ തിരക്കഥ ഏതാണ്? ബഷീറിന്റെ രണ്ടാമത്തെ തിരക്കഥ ഏതാണ്? ബാല്യകാല സഖി. ബാല്യകാല സഖി എന്ന കൃതിയുടെ സിനിമയ്ക്കായുള്ള തിരക്കഥയാണ് ബഷീർ രണ്ടാമതായും അവസാനമായും എഴുതിയത്. ബാല്യകാല സഖിയുടെ തിരക്കഥ എഴുതിയ വർഷം. ബഷീർ ബാല്യകാല സഖിയുടെ തിരക്കഥ എഴുതിയ വർഷം 1967. 1967 ബാല്യകാല സഖിയുടെ തിരക്കഥ എഴുതിയത്. ബഷീറിന്റെ വീട്ടുകാർ കഥാപാത്രങ്ങളായ കൃതി. ബഷീറിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ കുടുംബക്കാർ കഥാപാത്രങ്ങളായ കൃതി പാത്തുമ്മായുടെ ആട്. പാത്തുമ്മായുടെ ആട് എന്ന കൃതിയിൽ ബഷീറിന്റെ വീട്ടുകാർ തന്നെയാണ് കഥാപാത്രങ്ങളായി വരുന്നത്. പാത്തുമ്മായുടെ ആട് എന്ന കൃതിയിലെ പാത്തുമ്മായുമായി ബഷീറിന്റെ ബന്ധം. പാത്തുമ്മായുടെ ആട് എന്ന കൃതിയിലെ പാത്തുമ്മായുമായി ബഷീറിന്റെ ബന്ധം. സഹോദരി. ബഷീറിന്റെ സഹോദരി തന്നെയാണ് പാത്തുമ്മ. പാത്തുമ്മായുടെ ആട് എന്ന കൃതിയിലെ പാത്തുമ്മ. ബാല്യകാല സഖിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ബാല്യകാല സഖി എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ മജീദ്, സുഹ്റ. മജീദ്, സുഹ്റ എന്നിവരാണ് ബാല്യകാല സഖിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. കേശവൻ നായർ ഏത് കഥയിലാണ് ഉള്ളത്? കേശവൻ നായർ എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ് ഉള്ളത്? ആകാശമിഠായി. ആകാശമിഠായി എന്ന കൃതിയിലാണ് കേശവൻ നായർ എന്ന കഥാപാത്രം ഉള്ളത്. കേശവൻ നായരും സാറാമ്മയും ഈ രണ്ട് കഥാപാത്രങ്ങളും ആകാശമിഠായിയിലെ കഥാപാത്രങ്ങളാണ്. അവരുടെ ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് അവർ മതേതരമായ ഒരു പേരു കണ്ടെത്തി. ആ പേരാണ് ആകാശമിഠായി എന്ന പേര്. മണ്ടൻ മുത്തപ്പായുടെ തൊഴിലെന്താണ്? മണ്ടൻ മുത്തപ്പായുടെ തൊഴിലെന്താണ്? പോക്കറ്റടി. പോക്കറ്റടിയാണ് മണ്ടൻ മുത്തപ്പായുടെ തൊഴിൽ. മുച്ചീട്ടുകളി എന്ന തൊഴിൽ ആർക്കാണ്? മുച്ചീട്ടുകളി എന്ന തൊഴിൽ ആർക്കാണ്? ഒറ്റക്കണ്ണൻ പോക്കർ. ഒറ്റക്കണ്ണൻ പോക്കർ എന്ന കഥാപാത്രത്തിന്റെ പ്രധാന തൊഴിൽ മുച്ചീട്ടുകളിയാണ്. ഒറ്റക്കണ്ണൻ പോക്കറുടെ മകളുടെ പേര്. ഒറ്റക്കണ്ണൻ പോക്കറുടെ മകളുടെ പേര് സൈനബ. സൈനബ എന്നാണ് ഒറ്റക്കണ്ണൻ പോക്കറുടെ മകളുടെ പേര്. സബ്സ്ക്രൈബ് ചെയ്യൂ. വള്ളക്കടവിൽ നിന്ന് വാഴക്കുല മോഷ്ടിക്കുന്ന കഥാപാത്രം. വള്ളക്കടവിൽ നിന്ന് വാഴക്കുല മോഷ്ടിക്കുന്ന കഥാപാത്രം സൈനബ. സൈനബയുടെ തൊഴിലാണ് വള്ളക്കടവിലെ കൂട്ടിയിട്ട വാഴക്കുലകളിൽ നിന്ന് വാഴക്കുലകൾ മോഷ്ടിക്കുന്നത്. മുച്ചീട്ടുകളിയിൽ ജയിക്കാനുള്ള വിദ്യ മണ്ടൻ മുത്തപ്പായ്ക്ക് പറഞ്ഞുകൊടുത്ത ആൾ. മുച്ചീട്ടുകളിയിൽ ജയിക്കാനുള്ള വിദ്യ മണ്ടൻ മുത്തപ്പായ്ക്ക് പറഞ്ഞുകൊടുത്ത ആൾ സൈനബ. സൈനബ തന്നെയാണ് മണ്ടൻ മുത്തപ്പായ്ക്ക് മുച്ചീട്ടുകളിൽ ജയിക്കാനുള്ള വിദ്യ പറഞ്ഞു കൊടുത്തത്. ജനങ്ങളുടെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ പരിഹസിക്കുന്ന കഥ. ജനങ്ങളുടെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ പരിഹസിക്കുന്ന കഥ ഏതാണ്? ശിങ്കിടിമുങ്കൻ. ശിങ്കിടിമുങ്കൻ എന്ന ബഷീറിന്റെ കഥ ജനങ്ങളുടെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ പരിഹസിച്ചു കൊണ്ട് എഴുതിയ കഥയാണ്. ഈർക്കിലി കൊണ്ട് പിടിച്ചിട്ട നീർക്കോലിക്ക് ബഷീറിട്ട പേര്. ഈർക്കിലി കൊണ്ട് താൻ പിടിച്ച നീർക്കോലിക്ക് ബഷീറിട്ട പേര് നീർനാഗം. നീർനാഗം എന്നാണ് ബഷീർ നീർക്കോലിക്ക് പേരിട്ടത്. ആനവാരി രാമൻ നായർ ചാണകം എന്നു കരുതി വെട്ടിക്കോരിയത് എന്ത്? ആനവാരി രാമൻ നായർ ചാണകം എന്നു കരുതി വെട്ടിക്കോരിയത് എന്ത്? പാറുക്കുട്ടി ആനയെ. ഇരുട്ടിൽ കറുത്ത് കണ്ട കൂന ചാണകക്കൂനയാണെന്ന് കരുതി രാമൻ നായർ വെട്ടിയത് പാറുക്കുട്ടി ആനയെ ആയിരുന്നു. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ ദിവ്യൻ ഏതു കഥാപാത്രമാണ്? സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ ദിവ്യൻ ഏതു കഥാപാത്രമാണ്? കണ്ടംപറയൻ. കണ്ടംപറയൻ എന്ന കഥാപാത്രമാണ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ ദിവ്യനായ ദിവ്യത്വമുള്ള കഥാപാത്രം. കുട്ടിക്കാലത്തെ കൂട്ടുകാരൻ അരിവെപ്പുകാരി നങ്ങേലിയുടെ കൊച്ചുമകന് ബഷീറിട്ട പേര്. കുട്ടിക്കാലത്തെ തൻ്റെ കൂട്ടുകാരൻ അരിവെപ്പുകാരി നങ്ങേലിയുടെ കൊച്ചുമകന്
ബഷീർ ഇട്ട പേര്. നത്തുദാമു. നത്തുദാമു എന്നാണ് തൻ്റെ കൂട്ടുകാരന് ബഷീർ ഇട്ട പേര്. തൻ്റെ ബാപ്പയുടെ ചിത്രം ബഷീർ കാട്ടിത്തരുന്ന കൃതി. തൻ്റെ ബാപ്പയുടെ ചിത്രം അഥവാ അദ്ദേഹത്തിൻ്റെ വാങ്മയ ചിത്രം ബഷീർ കാട്ടിത്തരുന്ന കൃതി ബാല്യകാല സഖി. ബാല്യകാല സഖി എന്ന കൃതിയിലാണ് തൻ്റെ ബാപ്പയുടെ ചിത്രം ബഷീർ നമുക്ക് കാട്ടിത്തരുന്നത്, വാക്കുകളിലൂടെ കാട്ടിത്തരുന്നത്. ഒരു മോഷണ കഥ എന്ന് ബഷീർ പറഞ്ഞ കൃതി. ഒരു മോഷണ കഥ എന്ന് ബഷീർ പറഞ്ഞ കൃതി ഏതാണ്? ആനപ്പൂട. ആനപ്പൂട എന്ന കൃതിയെയാണ് ഒരു മോഷണ കഥ എന്ന് ബഷീർ വിശേഷിപ്പിച്ചത്. ബഷീർ ആനയുടെ കാലുകൾക്കിടയിലൂടെ നൂണ്ടുകടന്നത് എന്തിന്? ബഷീർ ആനയുടെ കാലുകൾക്ക് ഇടയിലൂടെ നൂണ്ടുകടന്നത് എന്തിന്? കിടക്കപ്പായിൽ മുള്ളുന്ന ശീലം മാറാൻ. കിടക്കപ്പായിൽ രാത്രി ഉറങ്ങവേ മുള്ളുന്ന ശീലം മാറാനാണ് ബഷീർ ആനയുടെ കാലുകൾക്കിടയിലൂടെ നൂണ്ടുകടന്നത്. ആർക്ക് കൊടുക്കാനാണ് ബഷീർ ആനക്കാരോട് ആനവാലിന് ചോദിച്ചത്? ആർക്ക് കൊടുക്കാനാണ് ബഷീർ ആനക്കാരോട് ആനവാലിന് ചോദിച്ചത്? തൻ്റെ സഹപാഠി രാധാമണിക്ക് കൊടുക്കാൻ. സഹപാഠി രാധാമണിക്ക് കൊടുക്കാനാണ് ആനവാലിന് വേണ്ടി ബഷീർ ആനക്കാരോട് ചോദിച്ചത്. സരസ്വതി ദേവി കഥാനായികയായ കൃതി. സരസ്വതി ദേവി എന്ന കഥാപാത്രം നായികയായ കൃതി ഏതാണ്? അനുരാഗത്തിൻ്റെ ദിനങ്ങൾ. അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന കൃതിയിലെ കഥാനായികയാണ് സരസ്വതി ദേവി. ബാല്യകാല സഖി ഏതു ഭാഷയിലാണ് ബഷീർ ആദ്യം എഴുതിയത്? ബാല്യകാല സഖി ഏതു ഭാഷയിലാണ് ബഷീർ ആദ്യം എഴുതിയത്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു ബഷീർ ബാല്യകാല സഖി ആദ്യം എഴുതിയത്. ബാല്യകാല സഖി ഏതു വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? ബാല്യകാല സഖി ഏതു വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1944. 1944 ബാല്യകാല സഖി പ്രസിദ്ധീകരിച്ചത്, 80 വർഷം മുൻപ്. മണ്ടശിരോമണി എന്ന് പള്ളിക്കൂടത്തിൽ വാദ്യാർ വിളിച്ചത് ആരെ? മണ്ടശിരോമണി എന്ന് പള്ളിക്കൂടത്തിൽ വാദ്യാർ വിളിച്ചത് ആരെയാണ്? മജീദ്. ബാല്യകാല സഖിയിലെ കഥാപാത്രമായ മജീദിനെയാണ് പള്ളിക്കൂടത്തിൽ വാദ്യാർ മണ്ടശിരോമണി എന്ന് വിളിച്ചത്. ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് കൃതിയിലാണ്? ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് കൃതിയിലാണ്? ബാല്യകാല സഖി. ബാല്യകാല സഖി എന്ന കൃതിയിലാണ് ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഉള്ളത്. ഒന്നും ഒന്നും കൂട്ടിയാൽ എത്രയാ എന്ന ചോദ്യത്തിന് ഇമ്മിണി ബല്യ ഒന്ന് എന്ന് ഉത്തരം പറഞ്ഞ ആൾ. ഒന്നും ഒന്നും കൂട്ടിയാൽ എത്രയാ എന്ന ചോദ്യത്തിന് ഇമ്മിണി ബല്യ ഒന്ന് എന്ന് ഉത്തരം പറഞ്ഞ ആൾ മജീദ്. മജീദാണ് ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബല്യ ഒന്നാണ് എന്ന് ഉത്തരം പറഞ്ഞത്. മാന്ത്രിക പൂച്ചയിലെ പ്രധാന കഥാപാത്രമായ പൂച്ചയ്ക്കിട്ട പേര്. മാന്ത്രിക പൂച്ചയിലെ പ്രധാന കഥാപാത്രമായ പൂച്ചയ്ക്കിട്ട പേര് കൈസുക്കുട്ടി. കൈസുക്കുട്ടി എന്ന പേരാണ് മാന്ത്രിക പൂച്ചയിലെ പ്രധാന കഥാപാത്രമായി വരുന്ന പൂച്ചയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. നാരായണി എന്ന കഥാപാത്രം ഏതു കൃതിയിലാണ്? നാരായണി എന്ന കഥാപാത്രം ഏതു കൃതിയിലാണ്? മതിലുകൾ. മതിലുകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് നാരായണി. ബഷീറിന്റെ ജീവിതത്തിലും കൃതികളിലും പ്രധാന അംഗമായ മരം ഏതാണ്? ബഷീറിന്റെ ജീവിതത്തിലും കൃതികളിലും പ്രധാന അംഗമായ മരം ഏതാണ്? മാംഗോസ്റ്റീൻ. മാംഗോസ്റ്റീൻ മരമാണ് ബഷീറിന്റെ ജീവിതത്തിലും കൃതികളിലും പ്രധാന അംഗമായിട്ടുള്ളത്. ബേപ്പൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തുള്ള മരമാണ് മാംഗോസ്റ്റീൻ മരം. പാപ്പച്ചൻ, താര എന്നിവർ ഏതു കൃതിയിലാണ്? പാപ്പച്ചൻ, താര എന്നിവർ ഏതു കൃതിയിലാണ്? താര സ്പെഷ്യൽസ്. താര സ്പെഷ്യൽസ് എന്ന കൃതിയിലാണ് പാപ്പച്ചൻ, താര എന്നീ കഥാപാത്രങ്ങൾ ഉള്ളത്. ബഷീർ പാട്ടു കേൾക്കാൻ ഉപയോഗിച്ച ഉപകരണം. ബഷീർ പാട്ടു കേൾക്കാൻ ഉപയോഗിച്ച ഉപകരണം ഗ്രാമഫോൺ. ഗ്രാമഫോൺ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് ബഷീർ പാട്ടുകൾ കേട്ടിരുന്നത്. ബഷീർ തൻ്റെ മകൾ ഷാഹിനയുടെ പേര് കഥാപാത്രത്തിനിട്ട കൃതി. ബഷീർ തൻ്റെ മകൾ ഷാഹിനയുടെ പേര് കഥാപാത്രത്തിനിട്ട കൃതി മാന്ത്രിക പൂച്ച.
മാന്ത്രികപ്പൂച്ച എന്ന കൃതിയിലെ ഒരു കഥാപാത്രത്തിന് ബഷീർ തൻ്റെ മകൾ ഷാഹിനയുടെ പേര് നൽകിയിട്ടുണ്ട്. ബഷീറിൻ്റെ ഭാര്യയുടെ പേര്. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാബി ബഷീർ. ഫാബി ബഷീർ എന്നാണ് ബഷീറിൻ്റെ ഭാര്യയുടെ പേര്. ഫാബി ബഷീറിൻ്റെ ശരിയായ മുഴുവൻ പേര്. ഫാബി ബഷീറിൻ്റെ ശരിയായ മുഴുവൻ പേര് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി എന്നാണ് ഫാബി ബഷീറിൻ്റെ ശരിയായ മുഴുവൻ പേര്. ബഷീർ ബേപ്പൂരിലെ വീടിനിട്ട പേര്. ബഷീർ ബേപ്പൂരിലെ വീടിനിട്ട പേര് വൈലാലിൽ. വൈലാലിൽ എന്നാണ് ബഷീറിൻ്റെ ബേപ്പൂരിലെ വീടിന് അദ്ദേഹം നൽകിയ പേര് വൈലാലിൽ. ബേപ്പൂർ ഏത് ജില്ലയിലാണ്? ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ, കോഴിക്കോടിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് ബേപ്പൂർ. ബഷീറിൻ്റെ ജന്മനാട്. ബഷീറിൻ്റെ ജന്മനാട് എവിടെയാണ്? തലയോലപ്പറമ്പ്. തലയോലപ്പറമ്പ് ആണ് ബഷീറിൻ്റെ ജന്മനാട്. തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ബഷീറിൻ്റെ ജന്മനാടായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്തായാണ് തലയോലപ്പറമ്പ് എന്ന സ്ഥലം, ബഷീറിൻ്റെ ജന്മനാട്. ബഷീറിൻ്റെ മക്കളുടെ പേര്. ബഷീറിൻ്റെ മക്കളുടെ പേര് അനീസ്, ഷാഹിന. അനീസ് എന്ന മകനും ഷാഹിന എന്ന മകളുമാണ് ബഷീറിന് ഉള്ളത്. ശാരീരികമായ അവശത കാരണം ഉമ്മയുടെ സഹതാപം പിടിച്ചുപറ്റിയ ബഷീറിൻ്റെ അനുജൻ. ശാരീരികമായ അവശത കാരണം ഉമ്മയുടെ സഹതാപം പിടിച്ചുപറ്റിയ ബഷീറിൻ്റെ അനുജൻ അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദറാണ് ബഷീറിൻ്റെ അനുജൻ. അവൻ്റെ ശാരീരിക അവശത കാരണം ഉമ്മയ്ക്ക് അവനോട് സഹതാപം ഏറെയുണ്ട്. കണ്ണൂർ ജയിലിൽ കഴിയവേ ബഷീർ പഠിച്ച തൊഴിൽ. കണ്ണൂർ ജയിലിൽ കഴിയവേ ബഷീർ പഠിച്ച തൊഴിൽ ക്ഷുരകവൃത്തി, ബാർബറുടെ ജോലി. ജയിലിൽ വെച്ച് ബഷീർ പഠിച്ച തൊഴിലാണ് ക്ഷുരകവൃത്തി. ബഷീറും കൂട്ടുകാരും 3 ദിവസം കണ്ണൂർ ജയിലിൽ നിരാഹാരമിരുന്നത് എന്തിന്? ബഷീറും കൂട്ടുകാരും 3 ദിവസം കണ്ണൂർ ജയിലിൽ നിരാഹാരമിരുന്നത് എന്തിനായിരുന്നു? ബ്രിട്ടീഷുകാർ ഭഗത് സിംഗിനെയും കൂട്ടരെയും തൂക്കിക്കൊന്നതിന്. ബ്രിട്ടീഷുകാർ ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നീ 3 പേരെയും തൂക്കിക്കൊന്നതിന് പ്രതിഷേധിച്ചാണ് അദ്ദേഹവും കൂട്ടുകാരും 3 ദിവസം കണ്ണൂർ ജയിലിൽ നിരാഹാര സമരമിരുന്നത്. ബഷീറിൻ്റെ ബാപ്പയുടെ തൊഴിൽ എന്തായിരുന്നു? ബഷീറിൻ്റെ ബാപ്പയുടെ തൊഴിൽ എന്തായിരുന്നു? മരക്കച്ചവടം. മരക്കച്ചവടമായിരുന്നു ബഷീറിൻ്റെ ബാപ്പയുടെ തൊഴിൽ. ബഷീറിൻ്റെ ബാപ്പയുടെ പേര്. ബഷീറിൻ്റെ ബാപ്പയുടെ പിതാവിൻ്റെ പേര് കായ് അബ്ദുറഹ്മാൻ. കായ് അബ്ദുറഹ്മാൻ എന്നാണ് ബഷീറിൻ്റെ ബാപ്പയുടെ പേര്. ബഷീറിൻ്റെ മാതാവിൻ്റെ പേര്. ബഷീറിൻ്റെ മാതാവിൻ്റെ ഉമ്മയുടെ പേര് കുഞ്ഞാച്ചുമ്മ. കുഞ്ഞാച്ചുമ്മ എന്നാണ് ബഷീറിൻ്റെ മാതാവിൻ്റെ പേര്. ഏതു കൃതിയിലാണ് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന ഭാഷാപ്രയോഗം ഉള്ളത്? ബഷീറിൻ്റെ ഏതു കൃതിയിലാണ് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന ഭാഷാപ്രയോഗം ഉള്ളത്? ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്. ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന കൃതിയിലാണ് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന ഭാഷാപ്രയോഗം ഉള്ളത്. തൻ്റെ ഉമ്മയെ കഥാപാത്രമാക്കി ബഷീർ എഴുതിയ കഥ. ബഷീറിൻ്റെ ഉമ്മ കഥാപാത്രമായി ബഷീർ എഴുതിയ കഥ അമ്മ എന്ന പേരിലുള്ള കഥയാണ്. അമ്മ എന്നാണ് തൻ്റെ ഉമ്മയെ കഥാപാത്രമാക്കി ബഷീർ എഴുതിയ കഥയുടെ പേര്. ആനമക്കാര്, കുഞ്ഞുതാച്ചുമ്മ, വട്ടനടിമ, കുഞ്ഞുപാത്തുമ്മ എന്നിവർ ഏതു കൃതിയിലാണ്? ആനമക്കാര്, കുഞ്ഞുതാച്ചുമ്മ, വട്ടനടിമ, കുഞ്ഞുപാത്തുമ്മ എന്നീ കഥാപാത്രങ്ങൾ ഏതു കൃതിയിലാണ്? ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്. ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന കൃതിയിലെ ആണ് ആനമക്കാര്, കുഞ്ഞുതാച്ചുമ്മ, വട്ടനടിമ, കുഞ്ഞുപാത്തുമ്മ എന്നീ കഥാപാത്രങ്ങൾ ഉള്ളത്. നിസാർ അഹമ്മദ്, പിതാവായ സൈനുൽ ആബിദീൻ എന്നിവർ ഏതു കൃതിയിലാണ്? നിസാർ അഹമ്മദ്, പിതാവായ സൈനുൽ ആബിദീൻ എന്നിവർ ഏതു കൃതിയിലാണ്? ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്.
ഡുപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കൃതിയിലെ തന്നെ കഥാപാത്രങ്ങളാണ് നിസാർ അഹമ്മദ്, അദ്ദേഹത്തിന്റെ പിതാവായ സൈനുൽ ആബിദീൻ എന്നീ കഥാപാത്രങ്ങൾ ഉള്ളത്. ആനവാരിയും പൊൻകുരിശും ചേർന്ന് മോഷ്ടിച്ച ആന ഏതാണ്? ആനവാരിയും പൊൻകുരിശും ചേർന്ന് മോഷ്ടിച്ച ആന ഏതാണ്? കൊച്ചുനീലാണ്ടൻ. കൊച്ചുനീലാണ്ടൻ എന്ന ആനയെയാണ് ആനവാരിയും പൊൻകുരിശും ചേർന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത്. സ്വഭാവം കൊണ്ട് പച്ചപ്പാവം എന്ന് പറയിച്ച ആന ഏതാണ്? സ്വഭാവം കൊണ്ട് പച്ചപ്പാവം എന്ന് പറയിച്ച ആന ഏതാണ്? പാറുക്കുട്ടി. പാറുക്കുട്ടി എന്ന ആനയാണ് പച്ചപ്പാവം സ്വഭാവം കൊണ്ട് അങ്ങനെ പറയിച്ച ആന. മതിലുകൾ സിനിമയിൽ അഭിനയിച്ച് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയത്. മതിലുകൾ സിനിമയിൽ അഭിനയിച്ച് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ ആരാണ്? മമ്മൂട്ടി. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് മതിലുകൾ. മതിലുകൾ സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്. മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആരാണ്? KPAC ലളിത. KPAC ലളിതയാണ് മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്. മതിലുകൾ സിനിമ സംവിധാനം ചെയ്തത്. മതിലുകൾ സിനിമ സംവിധാനം ചെയ്തത് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. നിരവധി ദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ ആണ് മതിലുകൾ സിനിമ സംവിധാനം ചെയ്തത്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ ദേശീയ ബഹുമതി. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ ദേശീയ ബഹുമതി പത്മശ്രീ അവാർഡ്. പത്മശ്രീ അവാർഡാണ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ ദേശീയ ബഹുമതി. ബഷീറിന് പത്മശ്രീ അവാർഡ് സമ്മാനിച്ച വർഷം. ബഷീറിന് പത്മശ്രീ അവാർഡ് സമ്മാനിച്ച വർഷം 1982. 1982 ബഷീറിന് പത്മശ്രീ അവാർഡ് സമ്മാനിക്കപ്പെട്ടത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ബഷീറിന് നൽകിയ ഏറ്റവും വലിയ അംഗീകാരം. കേന്ദ്ര സാഹിത്യ അക്കാദമി ബഷീറിന് നൽകിയ ഏറ്റവും വലിയ അംഗീകാരം കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ഒരു സാഹിത്യകാരൻ്റെ സാഹിത്യ ജീവിതത്തിലെ സമഗ്ര സംഭാവനകളെ വിലയിരുത്തിയാണ് നൽകുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാള സാഹിത്യകാരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാള സാഹിത്യകാരൻ ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ബഷീറിനെ ആദരിച്ച വർഷം. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ബഷീറിനെ ആദരിച്ച വർഷം 1970. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ബഷീറിന് നൽകപ്പെട്ടത്. വൈക്കം മുഹമ്മദ് ബഷീർ കോഴിക്കോട്ട് ആദ്യകാലത്ത് താമസിച്ചിരുന്ന വീട് ഏതു സാഹിത്യകാരൻ്റെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ കോഴിക്കോട്ട് വന്ന ആദ്യകാലത്ത് താമസിച്ചിരുന്ന വീട് ഏതു സാഹിത്യകാരൻ്റെയാണ്? SK പൊറ്റക്കാട്ട്. SK പൊറ്റക്കാട്ടിൻ്റെ വീട്ടിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ കോഴിക്കോട്ട് വന്ന ആദ്യകാലത്ത് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചന്ദ്രകാന്തം എന്ന വീട്ടിൽ. SK പൊറ്റക്കാട്ടിൻ്റെ കോഴിക്കോട്ടെ വീടാണ് ചന്ദ്രകാന്തം. ബഷീറിൻ്റെ പത്നി ഫാബി ബഷീർ ബഷീറിനെ പറ്റി എഴുതിയ കൃതി. ബഷീറിൻ്റെ പത്നി ഫാബി ബഷീർ ബഷീറിനെ പറ്റി എഴുതിയ കൃതി. ബഷീറിൻ്റെ എടിയെ. ബഷീറിൻ്റെ എടിയെ എന്ന കൃതി ബഷീറിൻ്റെ പത്നി ഫാബി ബഷീർ ബഷീറിനെ പറ്റി എഴുതിയ കൃതിയാണ്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ബഷീറിന് സമ്മാനിച്ച വർഷം. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ബഷീറിന് സമ്മാനിച്ച വർഷം 1981. 1981 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ബഷീറിന് സമ്മാനിച്ചത്. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ പ്രേം പാറ്റ. പ്രേം പാറ്റ എന്ന നോവൽ ബഷീറിൻ്റെ മരണശേഷമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്.
ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച കഥാസമാഹാരം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച കഥാസമാഹാരം. യാ ഇലാഹി, യാ ഇലാഹി. ലളിതാംബിക അന്തർജനം അവാർഡ് ബഷീറിന് സമ്മാനിച്ച വർഷം. ലളിതാംബിക അന്തർജനം അവാർഡ് ബഷീറിന് സമ്മാനിച്ച വർഷം 1992. 1992 ലളിതാംബിക അന്തർജനം അവാർഡ് ബഷീറിന് സമ്മാനിച്ചത്. മുട്ടത്ത് വർക്കി അവാർഡ് ബഷീറിന് സമ്മാനിച്ച വർഷം. മുട്ടത്ത് വർക്കി അവാർഡ് ബഷീറിന് സമ്മാനിച്ച വർഷം 1993. 1993 മുട്ടത്ത് വർക്കി അവാർഡ് ബഷീറിന് സമ്മാനിച്ചത്. വള്ളത്തോൾ അവാർഡ് ബഷീറിന് സമ്മാനിച്ച വർഷം. വള്ളത്തോൾ അവാർഡ് ബഷീറിന് സമ്മാനിച്ച വർഷം 1993. 1993 വള്ളത്തോൾ അവാർഡ് ബഷീറിന് സമ്മാനിച്ചത്. 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ അവാർഡ് ലഭിച്ച സാഹിത്യ പ്രതിഭ. 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ അവാർഡ് ലഭിച്ച സാഹിത്യ പ്രതിഭ ബാലാമണിയമ്മ. കവയിത്രി ബാലാമണിയമ്മയ്ക്കും ബഷീറിനൊപ്പം 1993 വള്ളത്തോൾ അവാർഡ് സമ്മാനിച്ചു. 95% തൻ്റെ ജീവിതം തന്നെ എന്ന് ബഷീർ പറഞ്ഞ കൃതി. 95% തൻ്റെ ജീവിതം തന്നെ എന്ന് ബഷീർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൃതി. ബാല്യകാലസഖി. ബാല്യകാലസഖി എന്ന കൃതിയെ പറ്റിയാണ് ബഷീർ 95% അത് തൻ്റെ ജീവിതം തന്നെ എന്ന് പറഞ്ഞത്. 100% തൻ്റെ ജീവിതമാണ് എന്ന് ബഷീർ പറഞ്ഞ കൃതി. 100% തൻ്റെ ജീവിതമാണ് എന്ന് ബഷീർ പറഞ്ഞ കൃതി ഏതാണ്? പാത്തുമ്മായുടെ ആട്. പാത്തുമ്മായുടെ ആട് എന്ന കൃതിയെ പറ്റിയാണ് ബഷീർ അത് 100% തൻ്റെ ജീവിതമാണ് എന്ന് പറഞ്ഞത്. ബഷീറിന്റെ പ്രധാന കൃതികൾ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത ബ്രിട്ടീഷുകാരൻ. ബഷീറിന്റെ പ്രധാന കൃതികൾ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത ബ്രിട്ടീഷുകാരൻ. റൊണാൾഡ് ഇ ആഷർ. റൊണാൾഡ് ഇ ആഷർ. അദ്ദേഹം ബഷീറിനൊപ്പം ബേപ്പൂരിൽ വന്ന് താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ബഷീറിന്റെ 3 പ്രധാന കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് അത് പിന്നീട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം സോജ രാജകുമാരി സോജ. സോജ രാജകുമാരി സോജ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ബഷീർ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരത മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബഷീർ കൃതി. 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബഷീർ കൃതി ശബ്ദങ്ങൾ. ശബ്ദങ്ങൾ എന്ന കൃതിയിലൂടെയാണ് 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരത മലയാളികൾക്ക് ബഷീർ പരിചയപ്പെടുത്തിയത്. ഭഗത് സിംഗിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബഷീർ രൂപം കൊടുത്ത തീവ്രവാദ സംഘടനയുടെ പേര്. ഭഗത് സിംഗിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബഷീർ രൂപം കൊടുത്ത തീവ്രവാദ സംഘടനയുടെ പേര് വാനരസേന. വാനരസേന എന്ന ഒരു തീവ്രവാദ സംഘടനയ്ക്ക് ഭഗത് സിംഗിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായ ബഷീർ രൂപം കൊടുത്തു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.